കഴിഞ്ഞ ദിവസമാണ് ധനുഷിനെതിരെ ഒരു തുറന്ന കത്തുമായി നയൻതാര രംഗത്തെത്തിയത്. നയൻതാരയുടെ നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററിയിൽ ധനുഷ് നിർമ്മിച്ച ഞാനും റൗഡിദാൻ എന്ന സിനിമയുടെ 3 സെക്കൻഡ് BTS വിഷ്വൽ ഉപയോഗിച്ചിരുന്നു. ഇതേ തുടർന്ന് 10 കോടി രൂപ ആവശ്യപ്പെട്ട് ധനുഷ് നയൻതാരയ്ക്ക് നോട്ടീസ് അയക്കുകയായിരുന്നു. ഈ സംഭവത്തെ തുടർന്നാണ് നയൻതാര തുറന്ന കത്ത് എഴുതുന്നത്. ഇവിടെ എന്താണ് ശരിക്കും പ്രശ്നം? വെറും 3 സെക്കൻഡിന് 10 കോടി രൂപ ആവശ്യപ്പെട്ടത് എന്തിനായിരിക്കും? ധനുഷിന് പൈസയ്ക്ക് അത്ര അത്യാവശ്യമുള്ളത് കൊണ്ടാണോ ഇങ്ങനെ ഒരു നീക്കം? സംഭവം കുറച്ച് സീരിയസ് ആണ്. 10 വർഷം പഴക്കമുള്ള ഇപ്പോഴും തുടരുന്ന ധനുഷും നയൻതാരയും തമ്മിലുള്ള റിവെഞ്ച് ഡ്രാമയുടെ ബാക്കി പത്രമാണ് ഈ കത്ത്. ഇരുവരും തമ്മിലുള്ള പ്രശ്നം തുടങ്ങുന്നത് 2015-ലാണ്. വിഘ്നേഷ് ശിവന്റെ ഞാനും റൗഡിദാൻ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സമയത്ത്. ധനുഷാണ് നിർമ്മാതാവ്, നയൻതാരയും വിജയ് സേതുപതിയും കേന്ദ്ര കഥാപാത്രങ്ങളും. അതിനു മുൻപ് ധനുഷും നയൻതാരയും യാരടി നീ മോഹിനി എന്ന ചിത്രത്തിൽ ഒരുമിച്ച് അഭിനയിച്ചിരുന്നു. അവിടെ നിന്നാണ് ഇരുവരും തമ്മിലുള്ള സൗഹൃദം ആരംഭിക്കുന്നത്. സിനിമയുടെ റിലീസിന് മുൻപ് നടന്ന അഭിമുഖങ്ങളിൽ നിന്നെല്ലാം അവരുടെ സൗഹൃദം വ്യക്തമാണ്. അത് മാത്രമല്ല, ധനുഷിന്റെ വേലയില്ലാ പട്ടധാരി എന്ന ചിത്രത്തിൽ വിഘ്നേഷ് ശിവൻ അഭിനയിക്കുകയും അസിസ്റ്റന്റായി വർക്ക് ചെയ്യുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ധനുഷ് വിഘ്നേഷ് ശിവന്റെ ഞാനും റൗഡിദാൻ നിർമ്മിക്കാൻ തീരുമാനിക്കുന്നത്. ഷൂട്ടിനിടയിൽ വിഘ്നേഷ് ശിവനും നയൻതാരയും പ്രണയത്തിലാകുന്നു. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ആ പ്രണയം സിനിമയുടെ വർക്ക് ഫ്ലോയെ ബാധിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഷൂട്ട് ഡിലേ ആവുകയും നിർമ്മാതാവായ ധനുഷിന് 12 കോടിക്ക് മുകളിൽ ചെലവഴിക്കേണ്ടി വരികയും ചെയ്തു. അത് മാത്രമല്ല, വേറെയും പ്രൊഡക്ഷൻ റിലേറ്റഡ് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഒരു പോയിന്റിൽ സിനിമ ഷൂട്ടിംഗ് നിർത്തിവെക്കാൻ ധനുഷ് തീരുമാനിക്കുകയും ചെയ്തിരുന്നു. നിരവധി പ്രശ്നങ്ങൾക്കൊടുവിൽ സിനിമ പൂർത്തിയാകുകയും ആ വർഷത്തെ ബ്ലോക്ക് ബസ്റ്റർ ആവുകയും ചെയ്തു. സിനിമയുടെ വിജയം ധനുഷിന് നിർമ്മാതാവ് എന്ന നിലയിൽ ഗുണം ചെയ്തു എന്നാണ് ലഭിക്കുന്ന ഒരു വിവരം. എന്നാൽ ചിലവ് കൂടിയതിനെ തുടർന്ന് നിർമ്മാതാവ് എന്ന നിലയിൽ ധനുഷിന് ലാഭം കിട്ടിയില്ലെന്നും പറയപ്പെടുന്നുണ്ട്. എന്നിരുന്നാലും നയൻതാരയുടെ ഫാൻഡം ഇതോടെ വീണ്ടും ഉയരുകയും വിഘ്നേഷ് ശിവൻ തമിഴിലെ പ്രശസ്ത സംവിധായകരിൽ ഒരാളായി മാറുകയും ചെയ്തു. എന്നാൽ ധനുഷും നയൻതാരയും തമ്മിലുള്ള പ്രശ്നം മാത്രം മാറിയില്ല. സിനിമ വിജയമായെങ്കിലും ഇരുവരും തമ്മിലുള്ള കോൺഫ്ലിക്ട് മുറുകി. അതിന്റെ ഭാഗമായാണ് നയൻതാര മികച്ച നടിക്കുള്ള ഫിലിംഫെയർ പുരസ്കാരം ലഭിച്ചപ്പോൾ ധനുഷിനെ കളിയാക്കിക്കൊണ്ട് പരസ്യമായി മാപ്പ് പറഞ്ഞത്. എനിക്ക് ധനുഷിനോടും മാപ്പ് പറയേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിന് ഞാനും റൗഡിദാനിലെ എന്റെ അഭിനയം ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. നിങ്ങളെ എന്റെ അഭിനയം കൊണ്ട് നിരാശപ്പെടുത്തിയതിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്നാണ് നയൻതാര പറഞ്ഞത്. എല്ലാവരും ധരിച്ചിരുന്നത് നയൻതാരയുടെ നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററി വൈകുന്നതിന്റെ കാരണം സംവിധായകൻ ഗൗതം വാസുദേവ് മേനോൻ ആണെന്നായിരുന്നു. എന്നാൽ സംഗതി അങ്ങനെയല്ലെന്ന് കഴിഞ്ഞ ദിവസമാണ് എല്ലാവർക്കും മനസ്സിലായത്. പ്യുവർ വെഞ്ചൻസ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന പ്രവൃത്തിയാണ് ധനുഷിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ നമ്മളിപ്പോൾ നയൻതാരയുടെ ഭാഗം മാത്രമേ കേട്ടിട്ടുള്ളൂ. ധനുഷ് ഇക്കാര്യത്തിൽ പ്രതികരണം അറിയിച്ചിട്ടില്ല. അതും കൂടി വരുമ്പോഴേ ഇതിനൊരു പൂർണ്ണത ഉണ്ടാവുകയുള്ളൂ. എന്തായാലും പ്രശ്നം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചതാണ്. അതിപ്പോൾ ആളിപ്പടർന്ന് അതിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തി എന്ന് മാത്രം. സംഭവത്തിൽ നയൻതാരയ്ക്ക് പിന്തുണ അറിയിച്ച് പാർവതി തിരുവോത്ത്, ഗീതു മോഹൻദാസ് അടക്കമുള്ളവർ രംഗത്തെത്തിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ നയൻതാരയ്ക്കെതിരെ ശക്തമായ സൈബർ ആക്രമണമാണ് നടക്കുന്നത്. ധനുഷിനെ പിന്തുണച്ചുകൊണ്ടുള്ള ഹാഷ്ടാഗുകളാണ് സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്നത്. സംഭവം ഇവിടെ ആരുടെ ഭാഗത്ത് നിൽക്കണമെന്നത് ഓരോരുത്തരുടെയും ചോയ്സ് ആണ്. ഫാൻ ഫൈറ്റ് എന്തായാലും നടക്കും, പക്ഷേ അത് ഒരാളെ മാത്രം ആക്രമിച്ചുകൊണ്ടാവരുത്.